ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജിനകത്തുള്ള PQ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിനകത്താണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട് 200 റുപ്പീസ് പെർ പേഴ്സൺ ആണ്. ആൻഡ് ടൈമിംഗ് വന്നിട്ട് 9 AM to 6:30 PM. ഫീ അടച്ചതിന് ശേഷം ഡോറിൽ നോക്ക് ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു ചേച്ചി വന്ന് തുറന്നു തരും. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു പ്ലേറ്റ് ഫ്രൂട്ട്സ് തരും. അപ്പോൾ അതും കൊണ്ട് നമ്മൾ ഫസ്റ്റ് സെക്ഷനിലോട്ട് കയറുകയാണ്. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഒത്തിരി ബേർഡ്സ് നമ്മുടെ ഇങ്ങനെ മേത്തോട്ടൊക്കെ കയറി വരും. മേത്തോട്ടല്ല, ആക്ച്വലി ഫുഡിനാണ് വരുന്നത്. പക്ഷെ അവർ നമ്മുടെ മേത്തോട്ടും തലയിലും കയ്യിലും ഒക്കെ വന്നിരിക്കും. അത് ബേർഡ്സിനെയൊക്കെ ഇഷ്ടമാണ്, പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾക്കത് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എക്സോട്ടിക് ബേർഡ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നത് ലോറിക്കീഡ്സ് ഉണ്ടായിരുന്നു, റെഡ് ലോറി, മൊക്കോ, കോക്ടെയിൽസ്. ഇതൊക്കെയാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും അറിയാമെന്നുള്ളത്. പക്ഷെ പേരറിയാത്ത ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടെക്നിക്കൽ ടേം വന്നിട്ട് ഐവറി എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് സെക്ഷനിലാണ്. എനിക്ക് ഈ ഒരു സെക്ഷനിലെ ബേർഡ്സ് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് നേരെ സെക്കൻഡ് സെക്ഷനിലോട്ട് കയറാൻ നേരത്തേക്ക് വീണ്ടും ഓരോരു കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച് സീറ്റ്സ് ആണ് തരുന്നത്. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരാണൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവർ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഒരു സ്കൂൾ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഫില്ലായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഇറങ്ങി വരുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നൊരു കാര്യം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെക്ഷനിലും മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷനിലോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു സാധനത്തിനകത്ത് പെട്ടെന്ന് കയറി ഇറങ്ങിയ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. ഈ ബ്രൈറ്റ് യെല്ലോ ബേർഡ് വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവൻ്റെ പേര് സൺ കോണിയോർ എന്നെന്തോ ആണ്. നല്ല രസമായിരുന്നു. ഈവൻ എൻ്റെ പ്ലേറ്റിൽ ഒത്തിരി നേരം ഉണ്ടായിരുന്നു. ഒത്തിരി നേരം എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഇറക്കിയാണ് വിട്ടത്. ആ ഇറക്കി വിട്ടതിൻ്റെ ദേഷ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ തന്നെ വന്നിട്ട് എന്നെ 2 കുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ തേർഡ് സെക്ഷനിലോട്ട് പോവാണ്. ഈ ഓരോ സെക്ഷൻ കഴിയാൻ നേരത്തും എനിക്കിങ്ങനെ ഭയങ്കര വിഷമമായി. ഇപ്പോൾ കഴിഞ്ഞു പോകല്ലോ, ഇപ്പോൾ തീർന്നു പോകല്ലോ ഒന്ന്. കുറേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഈ സെക്ഷനിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഫുഡൊന്നും തന്നു വിടത്തില്ല. ഇവിടെ കൂടുതലും മക്കാവൂസും ഗ്രേ പാരറ്റ്സും ആണ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്. ആൻഡ് ഇതാണ് ഗ്രേ പാരറ്റ്. ഇവൻ ആക്ച്വലി പല ടൈപ്പ് ഓഫ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ സൗണ്ടൊക്കെ പോലെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടപ്പോൾ അശൻ മിണ്ടാതിരുന്നു. ഇതാണ് കുക്കു. ഇവനും ഗ്രേ പാരറ്റ് തന്നെയാണ്. ഇവരുടെ വാലൊക്കെ വന്നിട്ട് ഒരു റെഡ് കളറാണ്. ഇവൻ ആക്ച്വലി ഫ്രണ്ട്ലി ആണ്, വിളിച്ചാൽ വരേണ്ടതാണ്. പക്ഷെ ഞാൻ എന്തോ ഒന്നും വിളിച്ചിട്ട് വന്നില്ല. ഞാൻ ഒത്തിരി വട്ടം ട്രൈ ചെയ്ത് നോക്കി, ആൾ വന്നില്ല. അവൻ വന്നില്ല, പക്ഷെ റിയോ വന്നു. റിയോ ആണ് റെഡ് ആൻഡ് ഗ്രീൻ മക്കാവ്.
ആക്ച്വലി ഇവൻ നല്ല ഫ്രണ്ട്ലി ആണ്. എനിക്ക് പക്ഷേ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ഇവൻ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല സൈസിലുണ്ട്. ആൻഡ് ഇപ്പോൾ വാല് പോയിരിക്കുകയാണ്. വാലുള്ള സമയമാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് തോന്നിക്കും. ആദ്യം എനിക്ക് പേടിയായിരുന്നു, ഞാനിങ്ങനെ സ്റ്റാച്യു പോലെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഓക്കെ ആയി. ആശാൻ എൻ്റെ മുടിയിലെ ക്ലിപ്പൊക്കെ ഊരിയെടുത്തിട്ടോ. ആക്ച്വലി ഒരു മാലയൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ മാലയൊക്കെ ഇടാണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇത് കലിപ്പൻ, നമ്മുടെ റോളക്സ്. ഇവരിവിടെ മുന്നോട്ട് ഇതാണ് റോളക്സ് യെല്ലോ ആൻഡ് ബ്ലൂ മെക്കാവോ. ഇത് വന്നിട്ട് ഫീമെയിലാണ്. നമ്മൾ വിചാരിച്ചത് മെയിൽ എന്നാണ്, അതുകൊണ്ടാണ് റോളക്സ് എന്നൊക്കെ പേര്. പക്ഷേ അല്ല, ആള് ഫീമെയിലാണ്. ഇതുപോലത്തെ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ മെക്കാവോ കൂടെ ഉണ്ടായിരുന്നു. ആ പുള്ളി കൂട്ടിലായിരുന്നു. ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഇവർ പാരറ്റ്സിനെയൊക്കെ നോക്കുന്നത് കുഞ്ഞു പിള്ളേരെ പോലെയൊക്കെയാണ് നോക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ദേ ആർ ഓൺ ദ റൈറ്റ് ഹാൻഡ്സ് എന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലെത്തി. ഇവിടെ ബേർഡ്സ് അല്ലേ ഉള്ളത്, ഇതുപോലെയുള്ള കുഞ്ഞാൾക്കാരാണ്. ഇവനാണ് മമോസിറ്റ് മങ്കി. ഇവൻ ഈ നാട്ടുകാരനേ അല്ല. ഇവൻ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവൻ ഭയങ്കര കുഞ്ഞാണ് കേട്ടോ. ഇവന് 1 വയസ്സ് ഇപ്പോൾ പ്രായമുണ്ട്, പക്ഷേ എങ്കിലും ഭയങ്കര കുഞ്ഞനാണ്. ഇവൻ്റെ മാക്സിമം വളർച്ച ഇത്രയേ ഉള്ളൂ എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ആൻഡ് ഇവന് നമ്മൾ തൊടണം, കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു 300 rupees പേ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്നതല്ലേ, എനിക്കെന്തോ ഇവനെ കണ്ടിട്ട് തൊടാണ്ട് പോകാനും തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ 300 പേ ചെയ്തു. ഇവന് തൊട്ടു, കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ചിരുന്നു. Rich man, costly breakfast. പുരിയില്ല സർ, ഞാൻ പണക്കാരനാണ്. ഒന്നും ചെയ്തില്ല. എത്ര വയസ്സായി? 1 വയസ്സായി. സൈസ് ഇത്രയേ ഉള്ളൂ. അച്ചു, ഞാനും അച്ചു. അതെ, അവൻ്റെ പേരും അച്ചു എന്നാണ്. നമ്മുടെ വാല. ഇവനാണ് ഇഗ്വാന. ഇവനെ കാണാനൊരു ടെറർ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ആക്ച്വലി ഇവൻ പാവമാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഇവൻ വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇവിടെ ഈ 2 പാമ്പുണ്ടായിരുന്നു കേട്ടോ. ഒരാളുടെ പേര് ബോൾ പൈത്തൻ എന്നാണ്, ഒരാളുടെ പേര് എനിക്ക് അറിയത്തില്ല. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്കെന്തോ പാമ്പിനെ തൊടുന്നതിനോട് എനിക്കിപ്പോഴും ഒരു പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ തൊട്ടില്ല. എക്സ്ട്രാ ഒരു 100 rupees കൊടുത്താണ് ഇവനെ തൊടാനായിട്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് വൺ, ടെഗു ഫ്രം അർജൻറ്റീന. ഇവനൊരു ക്രോക്കഡൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4 സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പോയി കറങ്ങി തിരിച്ചു വന്നാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, ഒരു വട്ടം പിന്നെ ഒരു ദിവസം വരാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനാണ് വന്നതെന്നൊക്കെ മറന്നുപോയി. അപ്പോൾ നേരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത വീഡിയോ